25 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടെ നിരവധി പേരെ, ആയിരക്കണക്കിന് ആളുകളെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഒരു ഡോക്ടർ സജീവ്. ഡോക്ടർ നമസ്കാരം. ഒരു ഫിസിഷ്യനിൽ നിന്നും ഒരു ലഹരി വിമോചന കേന്ദ്രത്തിൻ്റെ മേധാവിയിലേക്ക് നടന്നെടുത്ത ആ ദൂരം എങ്ങനെയാണ്? ഒരു സാധാരണ ഹോസ്പിറ്റലായിട്ടാണ് ഇത് ആരംഭിച്ചത്, പ്രവർത്തനം നടന്നത്. എല്ലാവിധ ചികിത്സകളും ഇവൻ ഡെലിവറി വരെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്ന രീതിയിലൊരു മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം വന്നു. അതിലൂടെയാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു സൈഡിൽ ഒരു സർവീസ് പാർട്ടും കൂടെ ദുരിതം അനുഭവിക്കുന്നവരെ കരകയറ്റാനുള്ള ഒരു അവസരം കൂടെ ആകട്ടെ എന്ന് ആഗ്രഹിച്ച് മാത്രമാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിനോടകം എത്ര പേരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയിട്ടുണ്ട്? അത് ആയിരക്കണക്കിന്, എനിക്ക് എന്നെ എണ്ണം അറിയത്തില്ല. ഒത്തിരി ആൾക്കാരെ, ഒത്തിരി വർഷത്തെ, ഒത്തിരി എണ്ണാൻ തന്നെ കഴിയുന്നില്ല, അത്രത്തോളം ആൾക്കാരെ. എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ്, രീതികളൊക്കെ എങ്ങനെയാണ്? ചികിത്സയിൽ ഇവിടെ ആദ്യം വന്നു കഴിയുമ്പോൾ ആദ്യം അവരുടെ ശാരീരികമായ പരിശോധന, മാനസിക നില, ലാബിലെ പരിശോധന നോക്കിയതിന് ശേഷം മാത്രമാണ്, അതായത് ഒരു സ്കോറിംഗ് ഉണ്ട്, എത്രത്തോളമാണ് ആൾക്കൊരു ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടിയുള്ളത്. അതിലേക്ക് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ നൽകുന്നത്. മറ്റ് MDMA പോലെയുള്ളവ ഉപയോഗിക്കുന്നതിൻ്റെ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണോ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്? ആദ്യം അതിൻ്റെ ലാബ് ടെസ്റ്റിൽ നമ്മളതിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ ഉപയോഗിക്കുന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള യൂറിൻ അനാലിസിസ് ഉണ്ട്, ഡ്രഗ് അസൈഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ അനാലിസിസിലും മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലും ഇവിടെ സൈക്കാട്രിസ്റ്റുണ്ട്, സൈക്കോളജിസ്റ്റുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വരും. കുറേ സ്കോറിംഗ് മെത്തേഡുകളുണ്ട്. അപ്പോൾ അവർ അറിയാൻ പറ്റും ഏത് അവസ്ഥയിൽ നിൽക്കുന്നു, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ളത് ആദ്യം വന്ന് പ്ലാൻ ചെയ്യുന്നു. ലഹരി ഉപയോഗം ഒരു രോഗം തന്നെയാണെന്നും കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയാൽ ലഹരിയുടെ പിടിയിൽ നിന്നും ആരെയും മോചിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് ഡോക്ടർ സജീവ് പറഞ്ഞു വയ്ക്കുന്നത്.